ഒരിക്കലും തുറക്കാത്ത പ്രധാന കവാടം. വിഗ്രഹത്തിന് നേരെ മുൻപിലായി കെട്ടിയടച്ച വലിയമ്പലം. 9 ദ്വാരങ്ങളുള്ള ഒരു ജാലകത്തിലൂടെ മാത്രം കാണാൻ കഴിയുന്ന പ്രധാന വിഗ്രഹം. അറിയാമോ, ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാനെ മുഖാമുഖം നിന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന്? ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആചാര്യന് പോലും മനസ്സിലായില്ല ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ആ ശ്രീകോവിലിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന്. ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരത്ഭുതം ഈ ക്ഷേത്രത്തിലുണ്ട്. ഭഗവാൻ തൻ്റെ ഭക്തന് ദർശനം നൽകാനായി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന ആ മഹാരഹസ്യം, ജാതിയുടെ മതിൽക്കെട്ടുകൾ തകർത്ത ആ ഒരു ജാലകം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. കർണാടകയുടെ തീരദേശ ഭംഗിയും ആത്മീയതയും ഒക്കെ നിറഞ്ഞ ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത്. ഒരു കാലത്ത് രുക്മിണി ദേവി പൂജിച്ചിരുന്ന ഈ കൃഷ്ണവിഗ്രഹം ദ്വാപരയുഗം അവസാനിച്ചപ്പോൾ ദ്വാരകയിൽ നിന്നും കടൽ കടന്ന് ഇവിടെ എത്തുകയായിരുന്നു. അർദ്ധരാത്രിയിൽ തനിയെ തിരിഞ്ഞിരുന്ന വിഗ്രഹം. ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയില്ല ഇവിടുത്തെ ഭക്തിയുടെ ആ വിസ്മയം. 13ാം നൂറ്റാണ്ടിൽ ശ്രീ മധ്വാചാര്യർ പ്രതിഷ്ഠ നടത്തിയ ഈ പുണ്യഭൂമിക്ക് ഒട്ടനവധി സവിശേഷതകളുണ്ട്. ജാതിമതിലുകൾ തകർത്ത ഭക്തിയുടെ പ്രതീകമായ കനകനക്കിണ്ടി എന്ന ജാലകത്തിലൂടെയുള്ള ഭഗവാന്റെ ദർശനവും ഇവിടുത്തെ പ്രസിദ്ധമായ അഷ്ടമഠങ്ങളും 800 വർഷമായി അണയാതെ നിൽക്കുന്ന ശ്രീകോവിലിനുള്ളിലെ അണയാത്ത ദീപങ്ങളും ദിവസേന 10,000ങ്ങൾക്ക് അമൃത് പോലെ വിളമ്പുന്ന അന്നദാനവുമെല്ലാം ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ജനാലയിലൂടെ മാത്രം ഭഗവാനെ കാണാൻ സാധിക്കുന്നത്? ഇതിന് പിന്നിലെ കനകദാസന്റെ കൗതുകമുണർത്തുന്ന ആ കഥ എന്താണ്? മധ്വാചാര്യർക്ക് എങ്ങനെയാണ് ഈ അമൂല്യ വിഗ്രഹം കിട്ടുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളായിരുന്നു ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ആത്മീയമായ ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കാഴ്ചകൾക്കൊപ്പം ആ വിസ്മയ കഥകൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു സാധാരണ ട്രാവൽ വ്ലോഗ് പോലെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും വിശദീകരിക്കുന്നതിനേക്കാളുപരി ഇവിടുത്തെ മറ്റു കാര്യങ്ങൾക്കാണ് ഈ വീഡിയോയിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം എത്ര പറഞ്ഞാലും തീരാത്തത്ര പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഉടുപ്പി ക്ഷേത്രം എന്നല്ല, ശരിക്കും ഉടുപ്പി ശ്രീകൃഷ്ണ മഠം എന്ന് തന്നെയാണ് ഇവിടം അറിയപ്പെടുന്നത്. കാരണം എല്ലാം കൊണ്ടും ഒരു ആശ്രമാന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കർണാടകയിലെ പ്രശസ്തമായ ഒരു തീരദേശ നഗരവും ഉടുപ്പി ജില്ലയുടെ ഭരണപരമായ ആസ്ഥാനവുമാണ് ഉടുപ്പി നഗരം. ഒരു വശത്ത് പശ്ചിമഘട്ട മലനിരകളും മറുവശത്ത് അറബിക്കടലും അതിരിടുന്ന ഈ നഗരം ആത്മീയമായ പാരമ്പര്യം, മനോഹരമായ ബീച്ചുകൾ, ലോകപ്രശസ്തമായ ഉടുപ്പി പാചകരീതികൾ എന്നിവയാൽ ഏറെ പ്രസിദ്ധമാണ്. മംഗലാപുരത്ത് നിന്നും ഏകദേശം 55 കിലോമീറ്റർ വടക്കായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും കൊങ്കൺ റെയിൽവേ വഴിയോ ദേശീയപാത 66 വഴിയോ വളരെ എളുപ്പത്തിൽ ഉടുപ്പിയിലേക്ക് എത്തിച്ചേരാം. ആദ്യം നമുക്ക് ഉടുപ്പി എന്ന ഈ പേര് എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. ഇതിന് പിന്നിൽ രസകരമായൊരു പുരാണകഥയും ഭാഷാപരമായൊരു പശ്ചാത്തലവുമുണ്ട്. ഈ നഗരത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിടക്കുന്നത് ഇവിടുത്തെ പുരാതനമായ ഈ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിലാണ്. ഉഡു എന്നാൽ സംസ്കൃതത്തിൽ നക്ഷത്രമെന്നും പ എന്നാൽ നാഥൻ എന്നുമാണ് അർത്ഥം. നക്ഷത്രങ്ങളുടെ നാഥൻ, അതായത് സാക്ഷാൽ ചന്ദ്രദേവൻ. ചന്ദ്രദേവൻ ശാപമോക്ഷത്തിനായി തപസ് ചെയ്ത ഭൂമി ആയതുകൊണ്ടാണ് ഇവിടം ഉടുപ്പി എന്നറിയപ്പെടുവാൻ തുടങ്ങിയത്. ദക്ഷപ്രജാപതിയുടെ ശാപനിമിത്തം തൻ്റെ തിളക്കവും പ്രഭയുമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയ ചന്ദ്രദേവൻ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ഇവിടെയുള്ള അബ്ജാരണ്യത്തിൽ വന്ന് ഒരു കുളം നിർമ്മിക്കുകയും അതിൻ്റെ കരയിലിരുന്ന് മഹാദേവനെ കഠിന തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രന് ശാപമോക്ഷം നൽകുകയും ആ ചന്ദ്രകല തൻ്റെ ശിരസിൽ ചൂടുകയും ചെയ്തു അത്രേ. അങ്ങനെ ഭഗവാൻ ചന്ദ്രമൗലീശ്വരൻ എന്നറിയപ്പെടുകയും ചെയ്തു. ഇതൊരു വലിയ കഥയാണ്, വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുങ്ങുന്നു. ഈ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന് ഏകദേശം 1300 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇവിടുത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് തറനിരപ്പിൽ നിന്നും അല്പം താഴ്ന്നുമാണ്. പകൽ സമയത്ത് ഈ സ്വയംഭൂ ശിവലിംഗം 3 തവണ നിറം മാറുമത്രേ. രാവിലെ കറുപ്പ്, ഉച്ചയ്ക്ക് നീല, രാത്രിയിൽ വെള്ള, ഈ ഒരു രീതിയിലാണത്. ഉടുപ്പിയിൽ വരുന്ന ഒരു ഭക്തൻ ആദ്യം പോകേണ്ടത് ഈ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ചന്ദ്രൻ്റെ ശാപം മാറ്റിയ മഹാദേവൻ്റെ അനുഗ്രഹം വാങ്ങി വേണം കൃഷ്ണനെ കാണാൻ പാടുള്ളൂ എന്ന വലിയൊരു ആചാരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. പ്രാദേശിക ഭാഷയായ തുളുവിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഒഡിപ്പു എന്നാണ്. തുളു ഭാഷയിലെ ഈ വാക്കിൽ നിന്നാണ് കന്നഡയിലും മലയാളത്തിലുമൊക്കെ ഇത് ഉടുപ്പിയായി മാറിയതെന്നും മറ്റൊരു വാദമുണ്ട്. ഉടുപ്പിയിലെ പ്രസിദ്ധമായ വടഭാണ്ഡേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പേര് വന്നതെന്നും കരുതപ്പെടുന്നു. ഇനി നമുക്ക് പോകേണ്ടത് അനന്തേശ്വര ക്ഷേത്രത്തിലേക്കാണ്.
പടിഞ്ഞാറേ ഗോപുരനടയിൽ നിന്ന് കയറി തെരുവീഥികളിലൂടെ പ്രദക്ഷിണമായി വരുമ്പോൾ ആദ്യം ചന്ദ്രമൗലീശ്വര ക്ഷേത്രവും രണ്ടാമതായി ഈ അനന്തേശ്വര ക്ഷേത്രവുമാണ് വരുന്നത്. ഇത് കിഴക്കേ നടയിലാണ്. ക്ഷേത്രത്തിന് മുൻപിലായി വളരെ പുരാതനമായ ഒരു ബലിക്കല്ലും ധ്വജപ്രതിഷ്ഠയും ഒക്കെ കാണാം. ഈ ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു പുരാതന ചരിത്രവുമുണ്ട്. ഉടുപ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ്. എന്നാൽ ഈ പുണ്യനഗരത്തിൻ്റെ യഥാർത്ഥ കാരണഭൂതൻ ഇവിടുത്തെ ഏറ്റവും പുരാതനമായ ഈ അനന്തേശ്വര ക്ഷേത്രമാണ്. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രവുമാണിത്. പുരാതന കാലത്ത് ഈ പ്രദേശം ശിവഹള്ളി അല്ലെങ്കിൽ ശിവബെള്ളി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ശിവഹള്ളി എന്നാൽ ശിവന്റെ ഗ്രാമം എന്നും ശിവബെള്ളി എന്നാൽ ശിവന്റെ വെള്ളി എന്നുമൊക്കെയാണ് അർത്ഥം. ഇതാണ് പിന്നീട് ശിവല്ലിയായി മാറിയതും ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണർ ശിവല്ലി ബ്രാഹ്മണർ എന്ന് വിളിക്കപ്പെട്ടതും. നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇതേ ശിവല്ലി ബ്രാഹ്മണർക്ക് ശാന്തി അവകാശവുമുണ്ട്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഉടുപ്പിക്ക് രജതപീഠപുരം, രൂപ്യപീഠം എന്നൊക്കെയുള്ള പേര് ലഭിക്കുന്നത്. ത്രേതായുഗത്തിൽ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് പരശുരാമൻ ഭൂമി മുഴുവനും കശ്യപ മഹർഷിക്കും മറ്റ് ബ്രാഹ്മണർക്കുമായി ദാനം നൽകി. ദാനം നൽകിയ ഭൂമിയിൽ പിന്നീട് തങ്ങുന്നത് ധർമ്മമല്ലെന്ന് മനസ്സിലാക്കിയ പരശുരാമൻ തനിക്ക് തങ്ങാനായി സഹ്യാദ്രിയിൽ നിന്നും തൻ്റെ മഴു പടിഞ്ഞാറോട്ടെറിഞ്ഞ് വരുണദേവനെ പ്രീതിപ്പെടുത്തി സമുദ്രത്തിൽ നിന്നും വീണ്ടെടുത്ത മനോഹരമായ ഭൂമിയാണ് കേരളവും തുളുനാടും. ഈ പുണ്യഭൂമിയിൽ ഭഗവാൻ ശിവനെ പ്രതിഷ്ഠിക്കാനായി പരശുരാമൻ കഠിന തപസ് അനുഷ്ഠിച്ചു. പരശുരാമൻ്റെ തപസ്സിൽ പ്രസാദിച്ച ഭഗവാൻ അനന്തശായിയായ മഹാവിഷ്ണുവിനൊപ്പം ദർശനം നൽകി. ഈ ഒരു സങ്കല്പത്തിൽ പരശുരാമൻ അവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ ഒരു പ്രദേശമാണത്ര ഇത്. ശിവനും വിഷ്ണുവും ഒരുമിച്ച് ദർശനം നൽകിയതിനാൽ ഈ സങ്കല്പത്തിന് അനന്തേശ്വരൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് പരശുരാമൻ തൻ്റെ ആയുധങ്ങളും ചൈതന്യവും ഈ ശിവലിംഗത്തിലേക്ക് ലയിപ്പിച്ചു അത്രേ. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പരശുരാമൻ്റെ അനുയായിയായ രാമഭോജ മഹാരാജാവ് ഈ പ്രദേശം ഭരിച്ചിരുന്ന കാലം രാജാവ് ഇവിടെ ഒരു വലിയ അശ്വമേധയാഗം നടത്താനായി തീരുമാനിക്കുന്നു. യാഗത്തിന് മുന്നോടിയായി യജമാനൻ സ്വർണ്ണക്കലപ്പ കൊണ്ട് യാഗഭൂമി ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നിലം മുഴുതു മറിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു കല്ലിനടിയിലുണ്ടായിരുന്ന ഒരു സർപ്പം കലപ്പ തട്ടി കൊല്ലപ്പെടുന്നു. അങ്ങനെ ആ യാഗഭൂമിയിൽ വെച്ച് രാജാവിന് കഠിനമായ സർപ്പദോഷം ബാധിക്കുകയും ഇതിൽ നിന്നും മുക്തി നേടാനായി പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം 4 വശത്തും നാഗജന്യങ്ങൾ കൊത്തിയ ഒരു വെള്ളിപീഠം നിർമ്മിച്ച് ഇവിടെയുള്ള ആ ശിവലിംഗം അതിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ നഗരത്തിന് രജതപീഠപുരം എന്ന പേരുകൂടി വന്നത്. ഈ ഒരു ഐതിഹ്യപ്രകാരം ശിവനും വിഷ്ണുവും ഒന്നു ചേർന്ന ഒരു ചൈതന്യമായതുകൊണ്ടാണ് അനന്തേശ്വരൻ എന്ന പേര് വന്നത്. ഹരിഹരക്ഷേത്രം എന്ന് തന്നെയാണ് പറയുന്നതും. ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണെന്നും ശൈവ വൈഷ്ണവ ഭേദം പാടില്ല എന്നുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം മാത്രമാണ്. ഇതിന് പല പല ഭേദങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഐതിഹ്യത്തിനെ ഐതിഹ്യം മാത്രമായി കാണുക. സവിശേഷമായ പുരാതന വാസ്തുവിദ്യാശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഗജപൃഷ്ഠാകൃതിയിലുള്ള വലിയ ശ്രീകോവിലാണുള്ളത്. ദ്വൈത സിദ്ധാന്ത സ്ഥാപകനായ ശ്രീ മധ്വാചാര്യരുമായി ഈ ക്ഷേത്രത്തിന് ആഴമേറിയ ബന്ധമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇവിടുത്തെ ഭഗവാനെ ഭജിച്ചതിന് ശേഷമാണത്രേ മധ്വാചാര്യർ ജനിച്ചത്. അദ്ദേഹം തൻ്റെ ഗുരുവിൽ നിന്നും വേദാഭ്യാസം നടത്തിയിരുന്നതും പിന്നീട് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നതും ഇവിടെ വച്ചാണ്. 80ാമത്തെ വയസ്സിൽ ഇവിടുത്തെ മണ്ഡപത്തിലിരുന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഐതരേയ ഉപനിഷത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സമയം പെട്ടെന്ന് ആകാശത്ത് നിന്നും വലിയ രീതിയിലൊരു പുഷ്പവൃഷ്ടി ഉണ്ടായത്രേ. ആ പൂക്കളുടെ കൂമ്പാരത്തിനടിയിലേക്ക് ആചാര്യൻ പൂർണ്ണമായും മറഞ്ഞു. പൂക്കൾ മാറ്റി നോക്കിയ ശിഷ്യന്മാർക്ക് അദ്ദേഹത്തിനെ അവിടെ കാണാനായില്ലത്രേ. അദ്ദേഹം പൂർണ്ണ ശരീരത്തോടു കൂടി തന്നെ ബദരീനാഥിലേക്ക് ഭഗവാൻ വേദവ്യാസന്റെ അടുത്തേക്ക് യാത്രയായി എന്നാണ് ദ്വൈത പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നത്. അദ്ദേഹം അന്ന് പാഠങ്ങൾ പഠിപ്പിക്കാൻ ഇരുന്നിരുന്ന ആ കരിങ്കൽ പീഠം ഇന്നും അനന്തേശ്വര ക്ഷേത്രത്തിൽ ഭക്തിയോടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വിഗ്രഹങ്ങളൊന്നുമില്ലെങ്കിലും മധ്വാചാര്യരുടെ ഒരു അദൃശ്യ സാന്നിധ്യം ഇന്നും ഇവിടെയുണ്ട്. ഇന്നും ഉടുപ്പി കൃഷ്ണമഠത്തിലെ പൂജാ ചുമതല ഏൽക്കുന്ന പര്യായ സ്വാമിജിമാർ തങ്ങളുടെ പീഠാരോഹണത്തിന് മുൻപ് ഈ അനന്തേശ്വരന്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷമേ കൃഷ്ണക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ചന്ദ്രമൗലീശ്വരനെയും അനന്തേശ്വരനെയും തൊഴുതു കഴിഞ്ഞാൽ ഇനി ഉടുപ്പി കൃഷ്ണനെയാണ് കാണേണ്ടത്. ഇവിടെ നിന്നും തെരുവീഥിയിലൂടെ പ്രദക്ഷിണമായി ചെല്ലുന്നത് ഉടുപ്പി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് മുൻപിലേക്കാണ്. ഇനി ദ്വാരകയിൽ രുക്മിണീദേവി പൂജിച്ചിരുന്ന ആ ബാലകൃഷ്ണ വിഗ്രഹം ഇവിടെ എത്തിച്ചേർന്ന ആ കഥ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിൽ ജനിച്ച് വൃന്ദാവനത്തിൽ ബാല്യകാലം ചെലവഴിച്ച് പിന്നീട് ഉത്തരേന്ത്യയിലെ ദ്വാരകയിലായിരുന്നല്ലോ വസിച്ചിരുന്നത്. കൃഷ്ണന്റെ ജന്മമാതാവായ ദേവകിക്ക് ഭഗവാന്റെ ബാല്യകാല ലീലകൾ കാണാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നില്ല. അങ്ങനെ ദ്വാരകയിൽ വെച്ച് അമ്മയുടെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ വീണ്ടും ഒരു കുട്ടിയുടെ രൂപം സ്വീകരിക്കുകയും
വെണ്ണ മോഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള തൻ്റെ പ്രശസ്തമായ വികൃതികൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തു. ഭഗവാൻ കുറച്ചു കാലം ഈ ഒരു രീതിയിൽ തന്നെ തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നിരുന്ന കൃഷ്ണഭക്തിയായ രുക്മിണീ ദേവി ആ ബാലകൃഷ്ണ രൂപത്തിൽ ആകൃഷ്ടയായി. അങ്ങനെ വിശ്വകർമാവിനെ വരുത്തി ആ രൂപത്തിൽ ഒരു കൃഷ്ണവിഗ്രഹം നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പവിത്രമായ സാളഗ്രാമശില ഉപയോഗിച്ച് ഒരു കൈയിൽ തൈര് കടയുന്ന കടകോലും മറുകൈയിൽ തൈര് പാത്രം കെട്ടാൻ ഉപയോഗിക്കുന്ന കയറും പിടിച്ചു നിൽക്കുന്ന മനോഹരമായൊരു ബാലകൃഷ്ണ വിഗ്രഹം നിർമ്മിച്ചു കൊടുത്തു. രുക്മിണീ ദേവി നിത്യവും ആ വിഗ്രഹത്തെ ശ്രദ്ധാഭക്തി പുരസരം പൂജിച്ചു വരികയും ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിലെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അർജുനൻ ഈ വിഗ്രഹം പവിത്രമായ ഗോപീചന്ദ്രമണ്ണിൽ പൊതിഞ്ഞ് ദ്വാരകയിലെ രുക്മിണിയുടെ പേരിലുള്ള ആ ഒരു ഉദ്യാനത്തിൽ സംസ്കരിച്ചു. പിൽക്കാലത്ത് ദ്വാരകയെ കടൽ വിഴുങ്ങിയപ്പോൾ ഈ വിഗ്രഹവും വെള്ളത്തിനടിയിലായി. നൂറ്റാണ്ടുകളോളം കടലിൻ്റെ അടിത്തട്ടിൽ കിടന്ന ഈ വിഗ്രഹത്തിനു ചുറ്റും ഗോപീചന്ദനം ഉറച്ചുറച്ച് അതൊരു വലിയ പാറക്കഷ്ണം പോലെയായി. കാലങ്ങൾക്ക് ശേഷം ദ്വാരകയിൽ നിന്നും ഗോപീചന്ദന മണ്ണ് കയറ്റി ഒരു വ്യാപാര കപ്പൽ പുറപ്പെട്ടു. ആ കൂടെ ഈ വലിയ മൺകട്ടകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ പ്രപഞ്ചനാഥൻ ഒളിഞ്ഞിരിക്കുന്ന വിവരം ആരും അറിഞ്ഞതുമില്ല. സമുദ്രത്തിലൂടെ തെക്കൻ തീരത്തേക്കെത്തിയ ഈ കപ്പൽ ഉടുപ്പി തീരത്തുള്ള മാൽപേ ബീച്ചിന് സമീപത്ത് വെച്ച് കനത്ത കൊടുങ്കാറ്റിലകപ്പെട്ടു. ആ സമയത്ത് തീരത്ത് ധ്യാനത്തിലിരുന്ന ശ്രീ മധ്വാചാര്യർ പ്രാർത്ഥനയോടെ തൻ്റെ അംഗവസ്ത്രം വീശി കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയും അങ്ങനെ കപ്പൽ സുരക്ഷിതമായി തീരത്തടുക്കുകയും ചെയ്തു. അക്കാലത്ത് അദ്ദേഹം ആനന്ദതീർത്ഥ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വലിയൊരു അപകടത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചതിൻ്റെ നന്ദി സൂചകമായി കപ്പിത്താൻ 2 വലിയ ഗോപീചന്ദന മൺകട്ടകൾ അദ്ദേഹത്തിന് നൽകി. ആ മൺകട്ടകൾ കരയിലേക്ക് മാറ്റുന്നതിനിടയിൽ അത് തനിയെ പിളരുകയും അതിനുള്ളിൽ നിന്നും ആ ബാലകൃഷ്ണ വിഗ്രഹം പുറത്തേക്ക് വരികയും ചെയ്തു. ഇവിടെയാണ് മറ്റൊരത്ഭുതം നടക്കുന്നത്. മണ്ണ് മാറി പുറത്തു വന്ന ആ വിഗ്രഹത്തിന് അസാധാരണമായ ഭാരമാണ് അനുഭവപ്പെട്ടത്. മധ്വാചാര്യർക്ക് ഒരടി പോലും അത് മുന്നോട്ട് നീക്കാനും സാധിച്ചില്ല. ഭഗവാന്റെ ലീല മനസ്സിലാക്കിയ മധ്വാചാര്യർ അവിടെ ഇരുന്ന് ഭക്തിയോടെ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് 12 സ്തോത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഭക്തന്റെ പ്രാർത്ഥന കേട്ടതോടെ ആ വിഗ്രഹത്തിന്റെ ഭാരം വെറുമൊരു തൂവൽ പോലെ ഇല്ലാതായി എന്നാണ് കഥ. ഭക്തിയുടെ ലഹരിയിൽ മധ്വാചാര്യർ ആ വലിയ വിഗ്രഹം തനിയെ കൈകളിലെടുത്ത് ഉടുപ്പിയിലെത്തിച്ചു. പവിത്രമായ ഇവിടുത്തെ കുളത്തിൽ സ്നാനം ചെയ്യിച്ച് ഇവിടെ ഉത്തമമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണത്രേ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തുടക്കം. ഈ പുരാതനമായ വിഗ്രഹം കണ്ടെത്തിയതും പ്രതിഷ്ഠിച്ചതും അദ്ദേഹമായതിനാൽ ആനന്ദതീർത്ഥൻ മാധവാചാര്യർ എന്ന പേരിൽ പ്രസിദ്ധനായി. ഉടുപ്പി കൃഷ്ണൻ ഭഗവാന്റെ ബാലരൂപമായതിനാൽ ഇവിടം ദക്ഷിണേന്ത്യയിലെ മധുര എന്നും അറിയപ്പെടുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഉടുപ്പിക്ക് സമീപമുള്ള പാചക എന്ന ഗ്രാമത്തിലാണ് മധ്വാചാര്യരുടെ ജനനം. അദ്ദേഹമാണ് ഇവിടുത്തെ ഈ അഷ്ടമഠങ്ങൾ രൂപീകരിച്ചതും. അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച മഹത്തായ ദർശനമാണ് ദ്വൈത സിദ്ധാന്തം. പലർക്കും മാറിപ്പോകുന്ന 2 കാര്യങ്ങളാണ് ഈ ദ്വൈതവും അദ്വൈതവും. നമ്മുടെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ അദ്വൈതം പറയുന്നത് ഞാനും ഈശ്വരനും ഒന്നുതന്നെയാണ് എന്നാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. എന്നാൽ ഉടുപ്പി ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വക്താവായ മധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തം പറയുന്നത് മനുഷ്യൻ വേറെ ഈശ്വരൻ വേറെ എന്നാണ്. അതായത് രണ്ടും രണ്ടാണ്. മധ്വാചാര്യർ പറയുന്നു, ഹരി പരതര സത്യം ജഗത് തത്വതോ ഭേദ. സാക്ഷാൽ ഹരി മാത്രമാണ് പരമാധികാരിയായ ഏകദൈവം. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മിഥ്യയോ മായയോ അല്ല, അത് തികച്ചും സത്യം തന്നെയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭേദം ശാശ്വതവും സത്യവുമാണ്. ഈ ഒരു ശ്ലോകത്തിലാണ് ഉടുപ്പിയുടെ ഈ കാണുന്ന ഭക്തിപ്രസ്ഥാനം മുഴുവനും അടങ്ങിയിരിക്കുന്നത്. ചരിത്രം മാറ്റി എഴുതിയ കനകനക്കിണ്ടി. ഭഗവാൻ തിരിഞ്ഞു നിന്ന ആ കഥ കൂടി അറിയണ്ടേ? വിഗ്രഹം പ്രതിഷ്ഠിച്ച് വർഷങ്ങൾ കഴിഞ്ഞു. 16-ാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത്. ഉടുപ്പി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായ കനകനക്കിണ്ടിക്ക് പിന്നിലെ ആ അത്ഭുതം വ്യക്തമാകണമെങ്കിൽ നമ്മൾ കന്നഡ സാംസ്കാരിക ചരിത്രത്തിലെയും ഹരിദാസ പ്രസ്ഥാനത്തിലെയും ഉജ്ജ്വല നക്ഷത്രമായിരുന്ന കനകദാസർ ആരായിരുന്നു എന്നുകൂടി കൃത്യമായി മനസ്സിലാക്കണം. AD 1509 കർണാടകയിലെ ബംഗാപുരത്തിനടുത്തുള്ള ബാധ എന്ന ഗ്രാമത്തിൽ കുറുമ്പ, അതായത് ഒരു ഇടയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തിമ്മപ്പ നായക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം വെറും ഒരു പാട്ടുകാരൻ മാത്രമായിരുന്നില്ല. ബംഗാപുരം കോട്ടയിലെ ഒരു ശക്തനായ പ്രതാപശാലിയായ യോദ്ധാവായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ ഗുരുവായ ശ്രീനിവാസാചാര്യരിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ തിമ്മപ്പ തർക്കം, വ്യാകരണം, മീമാംസ എന്നിവയിൽ വലിയ പ്രാവീണ്യം നേടിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിഞ്ഞത് ഒരു യുദ്ധത്തോടെയാണ്. ഒരു കഠിനമായ യുദ്ധത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം മരണത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു.
ഈ സംഭവത്തിനു ശേഷം ഐഹിക സുഖങ്ങളും യുദ്ധരംഗങ്ങളും ഉപേക്ഷിക്കുകയും അദ്ദേഹം പൂർണ്ണമായും ആത്മീയതയിലേക്കും സാഹിത്യത്തിലേക്കും തിരിയുകയും ചെയ്തു. പ്രശസ്തനായ വ്യാസതീർത്ഥസ്വാമികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു. ഈ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ട് കനകദാസൻ എന്ന പേര് നൽകിയത്. കനകദാസൻ്റെ ആത്മീയജ്ഞാനം വെളിവാക്കുന്ന മനോഹരമായൊരു നാടോടിക്കഥയുണ്ട്. ഒരിക്കൽ ഗുരുവായ വ്യാസതീർത്ഥൻ തൻ്റെ സഭയിലെ പണ്ഡിതന്മാരോട് ചോദിച്ചു, ആർക്കാണ് മോക്ഷം ലഭിക്കുക? അഹങ്കാരികളായ പല പണ്ഡിതന്മാരും നിശബ്ദരായപ്പോൾ കനകദാസൻ പതിയെ എഴുന്നേറ്റ് നിന്ന് മറുപടി പറഞ്ഞു, നാനു ഹോദരേ ദേനു, അതായത് ഞാൻ പോയാൽ കിട്ടിയേക്കാം. കേട്ടുനിന്ന പണ്ഡിതന്മാർ വിചാരിച്ചത് കനകദാസന് വലിയ അഹങ്കാരമാണെന്നും തനിക്ക് മാത്രമേ മോക്ഷം കിട്ടൂ എന്ന് പറഞ്ഞതാണെന്നുമാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ദാർശനികാർത്ഥം മറ്റൊന്നായിരുന്നു. ഞാൻ എന്ന അഹംഭാവം എന്നിൽ നിന്ന് എന്ന് ഇല്ലാതാകുന്നുവോ അന്ന് മാത്രമേ എനിക്ക് മോക്ഷം ലഭിക്കൂ. കനകദാസരുടെ ആഴമേറിയ ഈ ജ്ഞാനം ഗുരുവായ വ്യാസതീർത്ഥരെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഗുരു അദ്ദേഹത്തെ ഉടുപ്പിയിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അക്കാലത്ത് ജാതി വിവേചനം വളരെ ശക്തമായിരുന്നതിനാൽ താഴ്ന്ന ജാതിക്കാരനായി മുദ്രകുത്തി ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റിയില്ല. അതുമാത്രമല്ല, ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ വരാൻ പോലും അനുവദിക്കാതെ ആട്ടിപ്പായിച്ചു. കനകദാസൻ ഒട്ടും സങ്കടപ്പെടുകയോ ആരോടും വഴക്കിടുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ക്ഷേത്രത്തിന് പുറകുവശത്ത് പടിഞ്ഞാറെ ചുവരിന് താഴെ വന്നിരുന്ന് ആഴ്ചകളോളം ഭഗവാനെ പ്രകീർത്തിച്ച് ഭജനകൾ പാടിക്കൊണ്ടിരുന്നു. ഭഗവാനെ കാണാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടെ ആ പ്രശസ്തമായ കീർത്തനം പാടി. കൃഷ്ണ നീ ബേഗനെ ബാരോ മുഖവന്നീ തോരോ, കൃഷ്ണ നീ വേഗം വരൂ, ആ തിരുമുഖമൊന്ന് കാണിച്ചു തരൂ. മഞ്ഞപ്പട്ടെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് വായ് തുറന്ന് മൂന്നുലകവും സ്വന്തം മാതാവിനെ കാണിച്ച ഉടുപ്പിയിലുള്ള ജഗതോദ്ധാരകനായ ശ്രീകൃഷ്ണ വരൂ. അവസാനത്തെ വരി കൂടി പാടിക്കഴിഞ്ഞതും അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. തൻ്റെ പ്രിയഭക്തൻ്റെ ഈ സങ്കടം കണ്ടു നിൽക്കുവാൻ ഭഗവാന് കഴിയുമായിരുന്നില്ല. പെട്ടെന്ന് ഒരു വലിയ ഭൂകമ്പമുണ്ടായതുപോലെ ക്ഷേത്രമൊന്ന് കുലുങ്ങി. ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിരുന്ന ആ കൃഷ്ണവിഗ്രഹം തനിയെ പടിഞ്ഞാറോട്ട് പുറത്തു നിൽക്കുന്ന കനകദാസരുടെ നേർക്ക് തിരിഞ്ഞു നിന്നു. ശിലകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ കട്ടിയുള്ള ചുമരുകൾ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിപ്പിളർന്ന് അതിൽ 9 സുഷിരങ്ങളുള്ള ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. ആ വിള്ളലിലൂടെ ഭഗവാൻ തൻ്റെ പ്രിയഭക്തന് ദർശനം നൽകി. ഈ സംഭവത്തിനു ശേഷം വിഗ്രഹത്തെ പഴയതുപോലെ കിഴക്കോട്ട് തിരിച്ചു വയ്ക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. ജാതി അഹങ്കാരികളുടെ തല താഴ്ന്നു. അവർ തങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് കനകദാസരോട് ക്ഷമാപണം നടത്തുകയും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഇന്നും ഉടുപ്പിയിൽ ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം പിന്നീട് സ്വർണവും വെള്ളിയുമൊക്കെ പതിപ്പിച്ച് കനകനക്കിണ്ടി നവഗ്രഹജാലകം എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്നു. മറ്റൊരു വലിയ രസം എന്താണെന്നാൽ ഇന്നും പുതിയ സ്വാമിജിമാർ അടുത്ത 2 വർഷത്തേക്ക് പൂജാ ചുമതലകൾ ഏറ്റെടുക്കാൻ വരുമ്പോൾ ആദ്യമായി ഭഗവാനെ ദർശിക്കേണ്ടതും ഈ കനകനക്കിണ്ടിയിലൂടെയാണ്. കനകനക്കിണ്ടി എന്നാൽ കനകദാസർ ഭഗവാനെ ദർശിച്ച ജനൽ അല്ലെങ്കിൽ ദ്വാരം എന്നാണ് അർത്ഥം. കന്നഡ ഭാഷയിൽ കിണ്ടി എന്നാൽ ചെറിയ ജനൽ, സുഷിരം അല്ലെങ്കിൽ വിള്ളൽ എന്നൊക്കെയാണ് അർത്ഥം. കനകനക്കിണ്ടി എന്ന കന്നഡയിലെ ഈ വാക്ക് മിക്കവാറും മലയാളികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നുമാണ്. ഭക്തി എന്നത് വെറും ബാഹ്യമായ ചടങ്ങുകളല്ല എന്ന് വിശ്വസിച്ച കനകദാസർ ജാതി വ്യവസ്ഥയെയും സമൂഹത്തിലെ അനാചാരങ്ങളെയും ശക്തമായി എതിർത്ത വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു. കുലബിന്ദു ഹൊടേദാടതിരി എന്ന തൻ്റെ പ്രശസ്തമായ കൃതിയിൽ അദ്ദേഹം ചോദിക്കുന്നു, എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഒരേ രീതിയിലാണ്, ഒരേ വെള്ളം കുടിക്കുന്നു, ഒരേ സൂര്യനെ കാണുന്നു, പിന്നെ എന്തിനാണ് ജാതിയുടെ പേരിൽ വഴക്കിടുന്നത്? 5 പ്രധാന കാവ്യഗ്രന്ഥങ്ങളും 240ഓളം കർണാടക സംഗീത കീർത്തനങ്ങളും അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചു. തൻ്റെ അവസാന നാളുകൾ അദ്ദേഹം തിരുപ്പതിയിലാണ് ചെലവഴിച്ചത്. AD 1609 അന്തരിക്കുമ്പോൾ ഭാരതം കണ്ട എക്കാലത്തെയും മികച്ച സംഗീതജ്ഞൻ, കവി, തത്വചിന്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ കനകദാസർ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ജാതിയുടെ അഹങ്കാരത്തിന് മുൻപിൽ തിരിഞ്ഞു നിൽക്കാതെ തൻ്റെ ഉത്തമ ഭക്തൻ്റെ ഭക്തിക്ക് മുൻപിൽ സ്വയം തിരിഞ്ഞു നിന്ന ഉടുപ്പിയിലെ ആ കറുത്ത കൊച്ചുകൃഷ്ണൻ്റെ കഥയിലെ ഏറ്റവും വലിയ വിസ്മയം കനകദാസൻ എന്ന ഈ പുണ്യശ്ലോകൻ തന്നെയാണ്. ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം നമ്മൾ സാധാരണ കാണുന്ന കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയുമൊക്കെ വലിയ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു ആശ്രമത്തിൻ്റെ ശാന്തമായ ചുറ്റുപാടുകളാണിവിടെ. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കടക്കുമ്പോൾ വലിയ ജനലുകളോ സ്വാഭാവികമായ വെളിച്ചമോ ഇല്ല. നൂറ്റാണ്ടുകളായി കത്തുന്ന വിളക്കുകളുടെ കരിപുരണ്ട് ഒരു ഇരുണ്ട അന്തരീക്ഷമാണ് ഉള്ളിലാകെ. ഈ വിളക്കുകളുടെ മാത്രം വെളിച്ചത്തിൽ നമുക്ക് ആത്മീയമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക.
ഭഗവാനെ കാണുന്നത് പടിഞ്ഞാറേ ചുവരിലുള്ള നവഗ്രഹ ജാലകം വഴിയാണ്. ഈ ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ ശ്രീകോവിലിലെ ഇരുട്ടിൽ കത്തുന്ന 2 വലിയ വിളക്കുകളുടെ വെളിച്ചത്തിൽ കടകോലും കയറും പിടിച്ചു നിൽക്കുന്ന കരിങ്കറുപ്പനായ ഉടുപ്പി കൃഷ്ണന്റെ വിഗ്രഹം തെളിഞ്ഞു കാണാം. ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരമായ ആ കൃഷ്ണവിഗ്രഹത്തിന്റെ കണ്ണുകൾ ഈ വെളിച്ചത്തിൽ തിളങ്ങുന്നത് വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അകത്തുള്ള ഈ നെയ്വിളക്കുകൾ ഏതാണ്ട് 800 വർഷത്തോളമായി കെടാതെ നിൽക്കുന്നതാണ്. ക്ഷേത്രത്തിനടുത്തുള്ള മനോഹരമായ ആ തീർത്ഥക്കുളമാണ് മധ്വസരോവരം. മധ്വാചാര്യർ കൃഷ്ണവിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് സ്നാനം ചെയ്യിച്ചത് ഈ തീർത്ഥക്കുളത്തിലായിരുന്നു അത്രേ. ക്ഷേത്ര പുരോഹിതന്മാർ ആചാരപരമായി കുളിക്കുന്നതും ഇവിടെയാണ്. കുളത്തിന് നടുവിലായി ഒരു കൽമണ്ഡപമുണ്ട്. കരയിൽ നിന്നും ഈ മണ്ഡപത്തിലേക്കെത്താൻ ഒരു പാലവും നിർമ്മിച്ചിട്ടുണ്ട്. ഉത്സവകാലത്തും ചില പ്രത്യേക ദിവസങ്ങളിലും ഭഗവാന്റെ ഉത്സവ വിഗ്രഹം ചെറിയൊരു വഞ്ചിയിലാക്കി കുളത്തിലൂടെ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. തെപ്പോത്സവം എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ ഉടുപ്പിയിലെ പൂജാ സമ്പ്രദായങ്ങൾ വളരെ സവിശേഷവും കഠിനമായ വ്രതശുദ്ധിയോടെയുള്ളതുമാണ്. ഒരു കൊച്ചുകുട്ടിയെ പരിചരിക്കുന്നത് പോലെയാണ് ഇവിടെ ഭഗവാനെ അവർ പൂജിക്കുന്നത്. ദിവസേന ഏറ്റവും കൂടുതൽ പൂജകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുമാണിത്. പുലർച്ചെ 5:30 ആരംഭിച്ച് രാത്രി 9 മണിയോടെയാണ് ഈ പൂജാക്രമങ്ങൾ അവസാനിക്കുന്നത്. ദിവസവും 14ഓളം പൂജകൾ പല പേരിൽ നടക്കുന്നുണ്ട്. ഭഗവാനെ രാവിലെ സ്നേഹത്തോടെ ഉണർത്തുക, പവിത്രമായ മധ്വസരോവരത്തിലെ ജലവും മറ്റു ദ്രവ്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുള്ള അഭിഷേകങ്ങൾ ചെയ്യുക, കുട്ടിയോടൊപ്പം കളിക്കുകയും അവന് പ്രിയപ്പെട്ട തൈരും വെണ്ണയും പലഹാരങ്ങളും നൽകുക, അവന് വേണ്ടി പാട്ടുകൾ പാടുക, ഒടുവിൽ രാത്രിയിൽ ഉറക്കുക, ഇങ്ങനെ ഓരോരോ സങ്കല്പങ്ങളിലാണ് ഈ പൂജാരീതികൾ പോകുന്നത്. രാവിലെ 9 മണിക്ക് നടക്കുന്ന അവസാന പൂജ ഭഗവാനെ ഉറക്കുന്നതിനായുള്ളതാണ്. ആ സമയത്ത് ക്ഷേത്രത്തിലെ വലിയ മണികളോ വാദ്യങ്ങളോ ഒന്നും തന്നെ മുഴക്കാറില്ല. പകരം അതീവമായ നിശബ്ദതയിൽ ഒരു താരാട്ടുപാട്ട് പാടുകയും ഭഗവാന്റെ മനോഹരമായ തൊട്ടിൽ ആട്ടി വിലക്കുകയും ചെയ്യുന്നതോടെയാണ് അന്നത്തെ പൂജകൾ അവസാനിക്കുന്നത്. മധ്വാചാര്യർ സ്ഥാപിച്ച അഷ്ടമഠങ്ങളിലെ സ്വാമിമാർക്കാണ് ഇവിടെ പൂജ ചെയ്യാനുള്ള അവകാശമുള്ളത്. അദ്ദേഹത്തിൻ്റെ 8 പ്രധാന ശിഷ്യന്മാരായിരുന്നു ആദ്യകാല മഠാധിപതികൾ. ഇവിടെ പ്രത്യേകം ഒരു മേൽശാന്തിയോ തന്ത്രിമാരോ ഇല്ല. ഓരോ മഠത്തിനും തുല്യമായ അവസരം ലഭിക്കുന്നതിനായി 2 വർഷം വീതമാണ് ഭരണകാലാവധിയും പൂജാധികാരവും ലഭിക്കുന്നത്. 2 വർഷം തികയുമ്പോൾ ജനുവരിയിൽ വളരെ വിപുലമായ പര്യായ ഉത്സവത്തിലൂടെ അടുത്ത മഠത്തിലെ സ്വാമിക്ക് പൂജാധികാരവും പുരാതനമായ അക്ഷയപാത്രവും കൈമാറുന്നു. പൂജാധികാരം കിട്ടുന്ന സ്വാമിമാർക്ക് കഠിനമായ നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട്. അവർക്ക് ഉടുപ്പി നഗരാതിർത്തി വിട്ട് പുറത്തേക്ക് പോകാൻ അനുവാദവുമില്ല. ദിവസവും 14 പൂജകൾ ഇവർ നേരിട്ടോ ഇവരുടെ മേൽനോട്ടത്തിലോ വേണം ചെയ്യാൻ. പൂർണ്ണമായും ഐഹിക സുഖങ്ങൾ വെടിഞ്ഞ് ഭഗവാന്റെ ദാസനായി മാത്രമാണ് ഈ 2 വർഷവും അവർ ജീവിക്കുക. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള രഥവീഥികൾക്ക് ഇരുവശവുമായാണ് ഈ 8 മഠങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന കോട്ടകൾ പോലെയാണ് ഇവയുടെ സ്ഥാനം. പലിമാര് മഠത്തിൽ തുടങ്ങി അടമാരു, കൃഷ്ണാപൂർ, പുത്തികെ, ശിരൂർ, സോധെ, കണിയൂർ, ഒടുവിൽ സിംഹദ്വാരത്തിന് സമീപമുള്ള പേജാവർ മഠം വരെ നീളുന്ന 8 മഠങ്ങൾ. ഈ 8 മഠങ്ങളുടെയും സ്ഥാനം തന്നെയാണ് ഉടുപ്പിയുടെ സാംസ്കാരിക ഭൂമിശാസ്ത്രം. ഉടുപ്പി ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ ഏറ്റവും വർണ്ണാഭമായതും ഭക്തരെ ആവേശത്തിലാഴ്ത്തുന്നതുമായ ഒന്നാണ് ക്ഷേത്രത്തിന് പുറത്തെ തെരുവീഥികളിലൂടെയുള്ള ഭഗവാന്റെ ഉത്സവ വിഗ്രഹം രഥത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം. സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരത്തെ പൂജകൾക്ക് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുക. ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിന് മുന്നിൽ നിന്നും തുടങ്ങി ക്ഷേത്രത്തെയും അഷ്ടമഠങ്ങളെയും വലം വെച്ച് തെരുവീഥികളിലൂടെ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണിത്. നല്ല ജനത്തിരക്കും ഈ സമയത്തുണ്ടാവും. വിശേഷ ദിവസങ്ങളിലും ജനുവരിയിലെ പ്രശസ്തമായ ചൂർണോത്സവത്തിലും ഈ ഒരൊറ്റ രഥം മാത്രമല്ല, ഭീമാകാരമായ 3 രഥങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി പ്രദക്ഷിണം വയ്ക്കുക. മഹാപൂജരഥം എന്നറിയപ്പെടുന്ന 1ാമത്തെ രഥത്തിലാണ് ചന്ദ്രമൗലീശ്വരനെയും അനന്തേശ്വരനെയും എഴുന്നള്ളിക്കുക. മധ്യത്തിലെ ഗരുഡരഥത്തിൽ ഹനുമാനെയാണ് എഴുന്നള്ളിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വലിയ ബ്രഹ്മരഥത്തിലാണ് കൃഷ്ണഭഗവാനെ എഴുന്നള്ളിക്കുക. ഇവിടുത്തെ ഈ നഗരപ്രദക്ഷിണം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഉടുപ്പി രഥവീതിയിലൂടെ ഭഗവാന്റെ വലിയ രഥങ്ങൾ ഉരുളാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തൊട്ടു മുൻപിലായി യക്ഷഗാന വേഷധാരികളെപ്പോലെയോ അല്ലെങ്കിൽ പുരാണ കഥാപാത്രങ്ങളെപ്പോലെയോ തോന്നിക്കുന്ന ഭീമാകാരമായ ചില വലിയ രൂപങ്ങൾ നൃത്തം ചെയ്തുകൊണ്ട് പോകുന്നത് കാണാം. വായുവിലൂടെ ഒഴുകി പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ഇവരെയാണ് തട്ടിരായ അല്ലെങ്കിൽ ഗോംബെ എന്ന് വിളിക്കുന്നത്. ഭാരം കുറഞ്ഞ മുളകൾ കൊണ്ടോ ഈറ്റകൾ കൊണ്ടോ ആണ് ഇതിൻ്റെ ഘടന നിർമ്മിക്കുന്നത്. തട്ടി എന്നാൽ കന്നഡയിൽ മുള കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തടുക്ക് അല്ലെങ്കിൽ കൂട് എന്നൊക്കെയാണ് അർത്ഥം. ഇതിൻ്റെ പുറകിൽ ആളുകൾക്ക് ചുമലിൽ വെക്കാൻ പാകത്തിൽ പ്രത്യേകം ബെൽറ്റുകളും ഉണ്ടാവും.
ഈ മുളങ്കോടിൻ്റെ പുറത്തായി വൈക്കോലും തുണികളുമൊക്കെ മനുഷ്യൻ്റെ രൂപത്തിലാക്കി പേപ്പറും കളിമണ്ണും തുണിയുമൊക്കെ ചേർത്ത് ചായം പൂശിയാണ് ഇവ തയ്യാറാക്കുന്നത്. ശേഷം തുളുനാടിൻ്റെ തനത് കലയായ യക്ഷഗാനത്തിലെ കഥാപാത്രങ്ങളെപ്പോലെ വലിയ കിരീടങ്ങളും ആഭരണങ്ങളും വലിയ പട്ടുവസ്ത്രങ്ങളുമൊക്കെ ഈ പാവയെ അണിയിക്കുന്നു. ഇതിനുള്ളിലാണ് മനുഷ്യർ കയറി നിൽക്കുക. നെഞ്ചിൻ്റെയോ വയറിൻ്റെയോ ഭാഗത്ത് പുറംകാഴ്ച കാണാനുള്ള ദ്വാരങ്ങളുമുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഉടുപ്പി രഥവീതിയിൽ ഭീമാകാരമായ ബ്രഹ്മരഥത്തിന് വഴിയൊരുക്കലാണ് ഇതിൻ്റെ ജോലി. ആനകളോ പോലീസോ ഒക്കെ ചെയ്യുന്ന ജോലി ഈ പാവകളാണ് ചെയ്യുന്നത് എന്നർത്ഥം. പിന്നെ ഈ എഴുന്നള്ളിപ്പുകൾക്ക് കണ്ണ് കിട്ടാതിരിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടാവാം. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലൊക്കെ എഴുന്നള്ളിപ്പിന് മുൻപിൽ കോടങ്കിയെയും പുലിവേഷധാരിയെയും ഒക്കെ കാണാറില്ലേ? അതിൻ്റെ മറ്റൊരു രൂപമാണിത്. ഇതിന് നല്ല പരിശീലനവും ആവശ്യമാണ്. വാദ്യമേളങ്ങൾക്കൊപ്പം ഇവ നൃത്തം ചെയ്യുന്നത് കാണാനും നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കിത് കാണാൻ വലിയ ഇഷ്ടവുമാണ്. ഇവിടെ കൂടുന്ന ഭക്തജനങ്ങൾ വലിപ്പച്ചെറുപ്പമില്ലാതെ ഒത്തുചേർന്ന് കയറുകൾ പിടിച്ചു വലിച്ചാണ് രഥം നീക്കുക. ആ സമയം തെരുവിലെ വിളക്കുകളൊക്കെ അണച്ച് തീവട്ടികളുടെയും എണ്ണവിളക്കുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ ചെണ്ടമേളങ്ങളുടെയും ശംഖനാദങ്ങളുടെയും അകമ്പടിയോടെ ഭക്തർ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് തേര് വലിക്കുന്നത് കാഴ്ചയ്ക്ക് വലിയൊരു അനുഭൂതിയാണ് നമുക്ക് നൽകുക. ഈ പ്രദേശങ്ങളിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള പാവകൾ ഇരിക്കുന്നതും കണ്ടിരുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം കിഴക്കുവശത്തുള്ള സിംഹദ്വാരമാണ്. ഇതിനു മുകളിലായി മനോഹരമായ ഗോപുരവും കാണാം. പുരാണകഥകളിലെ ദൃശ്യങ്ങൾ കല്ലിലും മരത്തിലും സങ്കീർണമായി ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിന് സമീപമുള്ള കെട്ടിടത്തിൻ്റെ വരാന്തയിലാണ് ഈ തട്ടിരായൻ പാവകളെ സൂക്ഷിക്കുന്നത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പുറത്തുള്ള കനകനക്കിണ്ടിയിലൂടെ ആദ്യം തൊഴുതു കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് പോകാൻ കഴിയില്ല. തെക്ക് ഭാഗത്ത് ചെന്ന് അവിടെയുള്ള ചന്ദ്രശാല ഹാൾ വഴിയാണ് അകത്തേക്ക് പോകേണ്ടത്. ഈ ഹാളിൻ്റെ ഒരറ്റത്തായി മധ്വാചാര്യർ പ്രതിഷ്ഠിച്ച ഒരു ഹനുമാന്റെ ക്ഷേത്രമുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി പഞ്ചമുഖ ഹനുമാന്റെ ഒരു വിഗ്രഹവും കാണാം. ഹനുമാൻ സ്വാമിയുടെ എതിർവശത്തായി ക്ഷേത്രസ്ഥാപകനായ ശ്രീ മധ്വാചാര്യരുടെ ഒരു പ്രതിമയും കാണാം. ഭഗവാനെ കണ്ടിറങ്ങുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഹാളിലിരുന്ന് ജപിക്കുകയും മറ്റും ചെയ്യുകയുമാവാം. മധ്വാചാര്യരെ വായു ഭഗവാന്റെ അവതാരമായി കാണുന്നതുകൊണ്ട് ഇവിടെ ഹനുമാൻ സ്വാമിക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. വളരെയധികം മൂല്യമുള്ള ഒരു വജ്ര അങ്കിയാണ് ഇവിടെ ഭഗവാന് ചാർത്തിയിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ ഇവിടെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഭഗവാൻ തിരിച്ചൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ആഗ്രഹം സാധിച്ചാൽ ഇവിടെ വന്ന് വെറും നിലത്ത് ചോറ് വിളമ്പി ഉണ്ടുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ചാൽ മതിയത്രേ. ഇവിടെ മറ്റൊരു അന്നദാന മണ്ഡപത്തിൽ ആളുകൾ നിലത്തിരുന്ന് കരിങ്കൽ പാളിക്ക് മുകളിൽ വിളമ്പിയ ഊണ് കഴിക്കുന്നതും കണ്ടിരുന്നു. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആചാരമായിരിക്കാം അത്. അങ്ങനെയൊരു കാഴ്ച കണ്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഒരുപക്ഷെ ഇതുമായി അതിന് ബന്ധമുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചന്ദ്രശാല ഹാളിൻ്റെ വടക്കുവശത്തായി ഒരു സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ കൂടി കാണാം. അകത്തു നിന്നും തൊഴുതിറങ്ങി വരുന്നത് ഈ ശ്രീകോവിൽ മുൻപിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ ഉടുപ്പി മഠത്തിൻ്റെ ദ്വൈതമേധാവിയായിരുന്ന ശ്രീ വാദിരാജസ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഈ ശ്രീകോവിലിൻ്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. മധ്വാചാര്യരെ പോലെ തന്നെ ഒരുപാട് അത്ഭുതസിദ്ധികൾ ഉള്ള ആളുമായിരുന്നു ശ്രീ വാദിരാജസ്വാമികൾ. AD 1480 മുതൽ AD 1600 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഏതാണ്ട് 120 വർഷത്തോളം ജീവിച്ചിരുന്ന അദ്ദേഹം ഉടുപ്പിയിലെ സോധയമഠത്തിൻ്റെ അധിപനുമായിരുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായി കണക്കാക്കുന്ന ഹയഗ്രീവമൂർത്തിയെയാണ് അദ്ദേഹം ഉപാസിച്ചിരുന്നത്. ഹയഗ്രീവമൂർത്തി അദ്ദേഹത്തിന് പ്രത്യക്ഷനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം ഉത്തരേന്ത്യയിൽ തീർത്ഥാടനം നടത്തുന്ന സമയം ഡൽഹിക്കടുത്തുള്ള ഒരു ശ്മശാന സമീപത്തോട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. കാരണമറിയാനായി അദ്ദേഹം ഈ ശ്മശാന സമീപം ധ്യാനത്തിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതുവഴി വന്ന സുൽത്താൻ്റെ ഭടന്മാർ വന്ന് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം സുൽത്താൻ്റെ മകൻ മരിച്ച് അതിൻ്റെ സംസ്കാരം കഴിഞ്ഞ സമയമായിരുന്നു അത്. ആ കബറിനടുത്താണ് സ്വാമികൾ ഇരുന്നിരുന്നതും. ഇത് കേട്ട സ്വാമികൾ ഉടനെ പറഞ്ഞു, അതിന് ആ കുട്ടി മരിച്ചിട്ടില്ലല്ലോ, അവന് ഇപ്പോഴും ജീവനുണ്ട്, ഉടനെ പുറത്തെടുത്താൽ ജീവൻ രക്ഷിക്കാം. ഇത് കേട്ട ഭടന്മാർ ഉടൻ തന്നെ സുൽത്താനെ വിവരമറിയിക്കുകയും സുൽത്താൻ പാഞ്ഞെത്തുകയും ചെയ്തു. സ്വാമികൾ പറഞ്ഞ പ്രകാരം ആ കുട്ടിയെ ഉടൻ പുറത്തെടുത്തു. ഹയഗ്രീവ മന്ത്രം ചൊല്ലി സ്വാമികൾ തീർത്ഥം തളിച്ച ഉടനെ തന്നെ ആ കുട്ടി ഉറക്കത്തിൽ നിന്ന പോലെ എഴുന്നേറ്റ് വന്നു എന്നാണ് കഥ. മരിച്ചു എന്ന് കരുതിയ തൻ്റെ മകനെ രക്ഷിച്ച സ്വാമിയോട് സുൽത്താൻ നന്ദി പറയുകയും സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളുമൊക്കെയായി ഒരു വലിയ നിധി തന്നെ സ്വാമികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഒരു സന്യാസിയായ തനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് നിരസിച്ചു. പക്ഷേ സുൽത്താൻ വീണ്ടും നിർബന്ധിച്ചു.
എങ്കിൽ പൊതുജന സേവയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങത് സ്വീകരിക്കണം. അങ്ങനെ ഉടുപ്പി ക്ഷേത്ര നടത്തിപ്പുകൾക്കും അവിടുത്തെ നിത്യ അന്നദാനത്തിൻ്റെയും ഭാവി ഓർത്ത് അദ്ദേഹം അത് സ്വീകരിച്ചു. ഉടുപ്പിയിലെത്തിയ അദ്ദേഹം അത് രഹസ്യമായ മണ്ണിൽ കുഴിച്ചിട്ടു. അതിനു മുകളിലാണത്രേ നമ്മൾ ഇന്ന് കാണുന്ന ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം പണിതു ഉയർത്തിയിരിക്കുന്നത്. ഉടുപ്പിയിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിത്യവും ഭക്ഷണം നൽകാൻ ക്ഷേത്രത്തിലെ ധനം പൂർണ്ണമായും തീരുന്ന സമയത്തെ ആ നിധി പുറത്തെടുത്ത് ഉപയോഗിക്കാവൂ എന്നൊരു കൽപ്പനയും സ്വാമികൾ വെച്ചിട്ടുണ്ട്. വാദിരാജസ്വാമികളുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കഥ കൂടി പറയാം. അദ്ദേഹം ദിവസവും ഒരു വലിയ പാത്രത്തിൽ കടലയും ശർക്കരയും ഒക്കെ ചേർത്ത് പ്രസാദമുണ്ടാക്കി തലയിലെടുത്തു വെച്ച് ഹയഗ്രീവമൂർത്തിയെ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. ആ സമയം സാക്ഷാൽ ഹയഗ്രീവമൂർത്തി ഒരു വെളുത്ത കുതിരയുടെ രൂപത്തിൽ വന്ന് സ്വാമിയുടെ തോളുകളിൽ തൻ്റെ മുൻകാലുകൾ എടുത്തു വെച്ച് ഈ പാത്രത്തിലെ പ്രസാദം കഴിക്കുമായിരുന്നു അത്രേ. ഈ കുതിര കഴിച്ചതിൻ്റെ ശേഷമാണ് അദ്ദേഹം ഭക്തർക്ക് പ്രസാദമായി നൽകിയിരുന്നത്. ഒരിക്കൽ സ്വാമിയുടെ മഹിമയിൽ അസൂയ പൂണ്ട മറ്റു ചില പുരോഹിതർ സ്വാമി അറിയാതെ ഈ പ്രസാദത്തിൽ മാരകമായി വിഷം കലർത്തി. ഇതറിയാതെ പതിവ് പോലെ അദ്ദേഹം പാത്രത്തിൽ വെച്ച് പ്രാർത്ഥനയും തുടങ്ങി. എന്നത്തെയും പോലെ കുതിര വന്ന് പ്രസാദം കഴിച്ചുവെങ്കിലും അന്ന് മാത്രം ഒന്നും ബാക്കി വെച്ചില്ല. പാത്രം മുഴുവനും നക്കി തുടച്ചാണ് കുതിര അപ്രത്യക്ഷനായത്. വിഷം ഭക്തരിലേക്ക് എത്താതിരിക്കാൻ ഭഗവാൻ അത് മുഴുവനും സ്വയം കഴിക്കുകയായിരുന്നു. വിഷത്തിൻ്റെ ഫലമായി ഉടുപ്പിയിലെ ഹയഗ്രീവ വിഗ്രഹത്തിൻ്റെ നിറം നീലയായി മാറിയെന്നും പിന്നീട് സ്വാമികളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഭഗവാന്റെ വിഷമിറങ്ങിയത് എന്നുമാണ് കഥ. ഇതിൻ്റെ തെക്കുവശത്തായി വൃന്ദാവനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വളരെ ശാന്തമായ ഒരു ഹാളാണത്. ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് വരിവരിയായി വച്ചിരിക്കുന്ന ചെറുതും വലുതുമായ സ്മാരക ശിലകളാണ്. ഉടുപ്പിയിലെ അഷ്ടമഠങ്ങളിൽ ഭരണം നടത്തി പിന്നീട് മരിച്ചുപോയതോ അല്ലെങ്കിൽ സ്വമേധയാ മർത്യരൂപം ത്യജിച്ചതോ ആയ പര്യായസ്വാമിമാരുടെ സമാധി മണ്ഡപങ്ങളാണിവ. അതുകൊണ്ട് തന്നെ അതീവ നിശബ്ദതയാണിവിടെ. ഇതിൽ മധ്വാചാര്യർക്ക് മാത്രം സമാധി മണ്ഡപവുമില്ല. കാരണം അദ്ദേഹം അനന്തേശ്വര ക്ഷേത്രത്തിൽ വെച്ച് അപ്രത്യക്ഷനായി ബദരീനാഥിലേക്ക് പോവുകയും ചെയ്തു എന്നാണല്ലോ ചരിത്രം. അതിനുശേഷം അദ്ദേഹത്തെ ആരും കണ്ടിട്ടുമില്ല. ഈ സമാധി മണ്ഡപത്തിൽ കൗതുകമുണർത്തുന്ന ഒരു സമാധി മണ്ഡപം കൂടിയുണ്ട്. ആ സമാധി മണ്ഡപം ഒരു കടുവയുടേതാണെന്ന് മാത്രം. അതിനു മുകളിലായി ഒരു കടുവയുടെ പ്രതിമയും കാണാം. അവിടെ തൊഴാൻ വന്ന ഒരാൾ അതിൻ്റെ കഥ പറഞ്ഞു തന്നു. കന്നഡ ഭാഷയിലായിരുന്നതുകൊണ്ട് തന്നെ അത് മുഴുവനും മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: വാദിരാജസ്വാമികളുടെ കാലത്ത് ഭഗവാന്റെ അഭിഷേകത്തിനായി ദിവസവും പാൽ കറന്നുകൊണ്ടിരുന്ന ഒരു പശു ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഇവിടെ നിന്നും അല്പം മാറിയുള്ള കാടിയാലി എന്ന സ്ഥലത്തെ വയലുകളിൽ മേയുകയും വൈകുന്നേരത്തോടെ മഠത്തിലേക്ക് തിരികെ വരികയും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അത് തിരികെ വന്നില്ല. മഠത്തിലുള്ളവർ അന്വേഷിച്ചെങ്കിലും പശുവിനെപ്പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവം വാദിരാജസ്വാമികളുടെ മുന്നിലുമെത്തി. തൻ്റെ യോഗസിദ്ധിയാൽ കാടിയാലിക്ക് സമീപം ഒരു കടുവ പശുവിനെ ആക്രമിച്ച് കൊന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. ദുഃഖിതനായ അദ്ദേഹം കടുവയെ ശപിച്ചു. നീ എവിടെയായിരുന്നാലും ഭഗവാന്റെ അടുക്കൽ വരും, അവൻ്റെ കാൽക്കൽ വീണ് മരിക്കുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കടുവ വരികയും അത് ക്ഷേത്രത്തിന് മുൻപിൽ വീണ് മരിക്കുകയും ചെയ്തു. എന്തായാലും അതോടുകൂടി അതിന് മോക്ഷവുമായി. ആ കടുവയാണത്രേ ഈ സമാധി മണ്ഡപത്തിൽ കാണുന്നത്. ആ കഥയുടെ ഒരു ഏകദേശ രൂപം ഇതാണ്. ഈ ഹാളിൻ്റെ തൊട്ട് തെക്കുവശത്താണ് ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠകൾ സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വൃക്ഷവും ഇവിടെ കാണാം. ക്ഷേത്രത്തിലെ അടുക്കള ചന്ദ്രശാല ഹാളിന് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇതിന് മുകളിലൂടെയാണ് നമ്മൾ ദർശനത്തിനായി കയറി പോകുന്നതും. പഴമയുടെ ആ ഭംഗി ആ അടുക്കളയിൽ ഇന്നും കാണാം. നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ആളുകളെ വയറു നിറയെ ഊട്ടിയ അടുക്കളയാണിത്. അന്നബ്രഹ്മൻ എന്നൊരു പേരുകൂടിയുണ്ട് ഉടുപ്പി കൃഷ്ണന്. കാരണം ഇവിടെ വരുന്ന ഒരാൾ പോലും വിശപ്പടങ്ങാതെ മടങ്ങരുത് എന്നൊരു നിർബന്ധം മധ്വാചാര്യരുടെ കാലം മുതൽക്കുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് പാചകം ചെയ്യുന്നത് ഗ്യാസ് അടുപ്പുകളിലല്ല, മറിച്ച് പരമ്പരാഗതമായ വലിയ വിറകടുപ്പുകളിൽ തന്നെയാണ്. ആ വിറകുകൾ ക്ഷേത്രമുറ്റത്ത് വലിയ ഗോപുരങ്ങൾ പോലെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ്. ഈ വിറക് ഗോപുരങ്ങളെപ്പറ്റി അല്പം കൂടി പറയാനുണ്ട്. ക്ഷേത്രകുളത്തിന് സമീപമാണ് ഈ വിറക് ഗോപുരം കാണാൻ സാധിക്കുക. നിത്യ അന്നദാനം തടസ്സമില്ലാതെ നടക്കാനായി മുൻകൂട്ടി ശേഖരിച്ചു വയ്ക്കുന്ന വിറകുകളാണിവ. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പര്യായ മഹോത്സവത്തിന് മുന്നോടിയായാണ് പ്രധാനമായും ഇത്തരത്തിൽ വിറകുകൾ അടുക്കി വയ്ക്കുന്നത്. പര്യായ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് കട്ടികെ മുഹൂർത്തം. കന്നഡയിൽ കട്ടിക എന്നാൽ വിറക് എന്നാണ് അർത്ഥം. ഇതിനെ ഒരു വിറകുരഥം എന്ന് തന്നെ വിളിക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ ഈ വിറകുകൾ വെറുതെ ഇങ്ങനെ അടുക്കി വയ്ക്കുകയല്ല. മഠത്തിലെ ഉദ്യോഗസ്ഥരും ഭക്തജനങ്ങളും ഒക്കെ ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ വിറകുകൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്.
പുതിയ പര്യായസ്വാമികളുടെ പ്രതിനിധികൾ ഈ വിറകുകൂട്ടത്തിന് കട്ടികെ പൂജ നടത്തുകയും ആചാരപ്രകാരം വിറകുരഥത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. വരാനിരിക്കുന്ന 2 വർഷത്തെ അന്നദാനം ഒരു തടസ്സവുമില്ലാതെ അഗ്നിഭയമില്ലാതെ സുഗമമായി നടക്കുന്നതിനാണ് ഈ ആചാരം. ഈ അടുക്കളയുടെ തൊട്ടു പുറകിലാണ് ഗോശാല. വേണമെങ്കിൽ നമുക്കതിനകത്ത് കയറുകയും ആവാം. 100 കണക്കിന് പശുക്കളാണ് ഇതിനുള്ളിലുള്ളത്. വളരെ ശ്രദ്ധയോടെയും വൃത്തിയോടെയുമാണ് ഇവയെ പരിപാലിച്ചു പോരുന്നതും. നിത്യവും രാവിലെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഗോപൂജയുണ്ടാവും. അതിനുശേഷമാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ മുൻപോട്ട് പോകുന്നതും. പല ഇനങ്ങളിലും പെട്ട ധാരാളം പശുക്കളുണ്ട് ഇവിടെ. നമുക്ക് പഴങ്ങളും മറ്റും വാങ്ങി പശുക്കൾക്ക് കൊടുക്കുകയുമാവാം. ഈ പശുക്കളെ കാണാനും അവയ്ക്ക് പഴങ്ങൾ കൊടുക്കുന്നതിനും പൂജിക്കുന്നതിനുമൊക്കെയായി ധാരാളം ആളുകൾ ഇതിനുള്ളിലേക്ക് വരാറുണ്ട്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഭീമാകാരമായ ഊട്ടുപുരകളാണ് ഇവിടെയുള്ളത്. ജാതിയോ മതമോ വലിപ്പച്ചെറുപ്പമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരേ നിരയിൽ നിലത്തിരുന്നാണ് ഇവിടെ ആഹാരം കഴിക്കുന്നത്. പ്രായമായവർക്ക് മേശയും കസേരയും പ്രത്യേകവുമുണ്ട്. ഇവിടെ ഭക്ഷണം വിളമ്പുന്നവരുടെ ആ വേഗതയും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തനത് മാധ്വ ശൈലിയിൽ ഇവിടുത്തെ ആഹാരത്തിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഉപയോഗിക്കില്ല. പൂർണ്ണമായും നാളികേരവും കായവും നെയ്യുമൊക്കെ ചേർത്തുള്ള പവിത്രമായ ഒരു രുചിയാണതിന്. ഉടുപ്പിയുടെയും ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെയും ചരിത്രം നൂറ്റാണ്ടുകളായി ഭരിച്ച പ്രതാപശാലികളായ രാജവംശങ്ങളുമായി കെട്ടുമണഞ്ഞു കിടക്കുന്നതാണ്. ആലൂപ്പ രാജവംശം. 8-ാം നൂറ്റാണ്ടിൽ തുളുനാട് ഭരിച്ചിരുന്ന ആലൂപ്പ രാജാക്കന്മാരാണ് അനന്തേശ്വര ക്ഷേത്രത്തിൻ്റെ കരിങ്കൽ വാസ്തുഘടനയ്ക്ക് അടിത്തറയിട്ടത്. ഉടുപ്പി ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമാക്കാനും ക്ഷേത്രത്തിന് ചുറ്റും തെരുവുകൾ നിർമ്മിക്കാനും ഇവർ മുന്നിൽ നിന്നു. 12-13 നൂറ്റാണ്ടുകളിൽ ഭരിച്ച ഹൊയ്സാല രാജാക്കന്മാരുടെ കാലത്താണ് മധ്വാചാര്യർ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. ഈ രാജാക്കന്മാർ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനായി വലിയ തോതിൽ ഭൂമിയും നിധികളും ദാനമായി നൽകിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ട് മുതൽ ഉടുപ്പിയെ ഇന്ന് കാണുന്ന രീതിയിൽ വലിയൊരു ഉത്സവ നഗരമായി വികസിപ്പിച്ചത് വിജയനഗര രാജാക്കന്മാരാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള രഥവീതി വലിയൊരു അങ്ങാടിയാക്കി മാറ്റിയതും ഉത്സവങ്ങൾക്ക് വലിയ മരരഥങ്ങൾ നിർമ്മിക്കാൻ പണം നൽകിയതുമൊക്കെ ഇവരാണ്. വിജയനഗര സാമ്രാജ്യത്തിന് തകർച്ചയ്ക്ക് ശേഷം ഭരണമേറ്റെടുത്ത കേളടി രാജാക്കന്മാർ ക്ഷേത്രങ്ങളിലെ പൂജകൾ മുടങ്ങാതെ നടക്കാനും അവിടുത്തെ അന്നദാനത്തിനുമായി പ്രത്യേക നികുതികളവുകൾ നൽകി സംരക്ഷിച്ചിരുന്നു. ഇവിടെ വന്നാൽ ഈ വീതിക്ക് ചുറ്റുമുള്ള അഷ്ടമഠങ്ങളും സന്ദർശിക്കാൻ മറക്കരുത്. ഉടുപ്പി കൃഷ്ണക്ഷേത്രവും ചന്ദ്രമൗലീശ്വര ക്ഷേത്രവും അനന്തേശ്വര ക്ഷേത്രവും കൂടാതെ ഈ 8 മഠങ്ങൾക്കുള്ളിലും അവരുടെ ആരാധനാമൂർത്തികളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഇവയുടെയൊക്കെ ഉള്ളിലെ വാസ്തുവിദ്യാ ശൈലിയും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഓരോ മഠത്തിനും ഓരോരോ ഉപാസനാമൂർത്തികളുണ്ട്. പലിമാര് മഠത്തിലെ കോദണ്ഡരാമൻ മുതൽ കാട്ടിയൂർ മഠത്തിലെ യോഗനരസിംഹവും സോധയ മഠത്തിലെ ഭൂവരാഹമൂർത്തിയും ശിരൂർ മഠത്തിലെ വിട്ടാലദേവനുമൊക്കെ ഈ മഠങ്ങൾക്കുള്ളിൽ പൂജിക്കപ്പെടുന്നു. ഒരു മതിൽക്കകത്ത് തന്നെ 11ഓളം ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അതുപോലെ താമസ സൗകര്യങ്ങൾ. സാമാന്യം വൃത്തിയുള്ള ചിലവ് കുറച്ച് താമസ സൗകര്യം വേണമെങ്കിൽ കൃഷ്ണമഠം നേരിട്ട് നടത്തുന്ന ഗസ്റ്റ് ഹൗസുകൾ രഥവീതിക്ക് തൊട്ടടുത്തായി തന്നെയുണ്ട്. നരസിംഹ സദൻ, ശാരദാ സദൻ, ഭാഗീരഥി സദൻ, കാവേരി ഗസ്റ്റ് ഹൗസ് തുടങ്ങിയവ മഠത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളവയാണ്. വെറും 200 മുതൽ 500 രൂപ വരെ നിരക്കിൽ നോൺ AC റൂമുകളും 800 മുതൽ 1200 വരെയുള്ള നിരക്കിൽ AC റൂമുകളുമൊക്കെ ഇവിടെ ലഭ്യമാണ്. കൂടാതെ കുറച്ചു പേർക്ക് ഒരുമിച്ചുള്ള ഡോർമെട്രി സൗകര്യങ്ങളാണെങ്കിൽ ഇതിലും ചിലവ് കുറയും. ഓൺലൈൻ വഴിയോ ക്ഷേത്രത്തിനടുത്തുള്ള ബുക്കിംഗ് കൗണ്ടറുകൾ വഴിയോ റൂം ബുക്ക് ചെയ്യാം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്വകാര്യ ലോഡ്ജുകൾക്ക് താരതമ്യേന ചിലവ് കൂടുതലുമാണ്. തിരക്കനുസരിച്ച് അവരുടെ റേറ്റ് കൂടുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലൊക്കെ അല്പം ചിലവ് കുറഞ്ഞ റൂമുകൾ കിട്ടും. ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്നും ഒരു ഓട്ടോയ്ക്ക് വരാനുള്ള ദൂരമേ ഉള്ളൂ. ഉടുപ്പി രുചികളെപ്പറ്റിയും ഇവിടുത്തെ ഹോട്ടൽ സംസ്കാരത്തെക്കുറിച്ചും പറയാതെ ഈ വീഡിയോ പൂർണ്ണമാവില്ല. കാരണം ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായ ഉടുപ്പി ഹോട്ടൽ എന്ന ബ്രാൻഡ് ജനിച്ചത് തന്നെ ഈ മണ്ണിൽ നിന്നാണ്. ഉടുപ്പി സസ്യാഹാര വിഭവങ്ങളുടെ, പ്രത്യേകിച്ച് മസാലദോശ, ഇഡ്ഡലി, സാമ്പാർ എന്നിവയുടെ ജന്മനാടാണിത്. കൃഷ്ണമഠത്തിലെ പരമ്പരാഗതമായ ചാതുർമാസ്യ വ്രതാചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ശുദ്ധ സസ്യാഹാര രീതി വികസിച്ചു വന്നത്. നല്ല ചുവപ്പ് നിറത്തിൽ പുറംഭാഗം നല്ല ക്രിസ്പിയായും ഉൾഭാഗം സോഫ്റ്റായും ഇരിക്കുന്ന നല്ല ഒന്നാന്തരം ദോശ. ഇതിനുള്ളിൽ വയ്ക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർന്ന മസാലയിലും ഉള്ളി ചേർക്കില്ല. ഇതിൻ്റെ കൂടെ നൽകുന്ന കട്ടിയിൽ അരച്ചെടുത്ത തേങ്ങാ ചമ്മന്തിയും കായം മണക്കുന്ന സാമ്പാറും കൂടിയാകുമ്പോൾ സംഭവം ബഹുകേമമാവും.
പിന്നെ സാധാരണ ഇഡ്ഡലി കൂടാതെ പ്ലാവിലക്കുമ്പിൾ കുത്തി അതിൽ മാവൊഴിച്ച് പുഴുങ്ങിയെടുക്കുന്ന മൂട എന്നൊരു പലഹാരമുണ്ട്. കൂടാതെ കൈതച്ചക്ക ഇല കോട്ടിയെടുത്ത് അതിൽ മാവൊഴിച്ചുണ്ടാക്കുന്ന കോട്ടെ കദ്ബു എന്നിവയൊക്കെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലുകളാണ്. ഇലകളുടെ ആ പ്രത്യേക മണം തന്നെയാണ് ആ ഇഡ്ഡലിയുടെ രുചിയുടെ രഹസ്യവും. അതുപോലെ നല്ല കട്ടിപ്പാലിൽ ഒറിജിനൽ ഫിൽട്ടർ കോഫി ചേർത്ത് പതപ്പിച്ച് പിച്ചള ഗ്ലാസ്സിൽ ഒഴിച്ചു തരുന്ന ഇവിടുത്തെ ഉടുപ്പി ഫിൽട്ടർ കോഫിയും വേറെ ലെവലാണ്. ഉടുപ്പിയിൽ വന്നാൽ പുറത്തെ രുചികൾ കൂടി ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ 1-2 നല്ല സ്ഥലങ്ങൾ കൂടി പറയാം. പക്ഷേ ഒരബദ്ധം പറ്റിയത് ഈ പറയുന്ന കാഴ്ചകളുടെ ഒന്നും വിഷ്വലുകൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സ്ട്രീറ്റിൽ തന്നെ മിത്രസമാജ എന്നൊരു പഴയ ഹോട്ടലുണ്ട്. ഇവിടുത്തെ മസാലദോശയും ഗോളി ബജിയും ഒക്കെ കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. ഉടുപ്പിയിലെ മറ്റൊരു വിൻറ്റേജ് സ്പോട്ടാണ് ഡയാന ഹോട്ടൽ. ഇവിടുത്തെ ഗഡ്ബഡ് ഐസ്ക്രീം വളരെ പ്രസിദ്ധമാണ്. പലതരം ഐസ്ക്രീം സ്കൂപ്പുകളും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ലെയർ ചെയ്ത് ഗ്ലാസ്സിൽ നൽകുന്ന ഈ ഡെസേർട്ട് ഉടുപ്പിയിൽ നിന്നാണ് തുടങ്ങിയത്. ഇനി വാഴയിലയിൽ പരമ്പരാഗതമായ ഉടുപ്പി ഊണ് കഴിക്കണമെങ്കിൽ വുഡ്ലാൻഡ്സ്, കൃഷ്ണഭവൻ തുടങ്ങിയ ഹോട്ടലുകളും പരീക്ഷിക്കാവുന്നതാണ്. ഉടുപ്പി കൃഷ്ണമഠത്തിൻ്റെ പ്രൗഢി മുഴുവനും ദൃശ്യമാവുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ രഥവീതിയിലാണ്. ഇത് വെറുമൊരു വഴി മാത്രമല്ല, ഉടുപ്പിയുടെ സാംസ്കാരിക വാണിജ്യ കേന്ദ്രം കൂടിയാണ്. ഈ രഥവീതിയിലൂടെ നടക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുക തടിയിൽ തീർത്ത വലിയ രഥങ്ങളാണ്. ബ്രഹ്മരഥം, ഗരുഡരഥം, മഹാപൂജാരഥം, ഇങ്ങനെ 3 രഥങ്ങളാണിവിടെ. ഈ രഥങ്ങളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതുപോലെ മുൻപേ പറഞ്ഞ ഉടുപ്പിയിലെ അഷ്ടമഠങ്ങളും ഇതിനു ചുറ്റുമായാണ് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരമാകുമ്പോൾ ഈ രഥവീതിയിലെ കടകളിൽ വലിയ വെങ്കല വിളക്കുകളും പിച്ചളപാത്രങ്ങളുമൊക്കെ നിരത്തിവെച്ച് ലൈറ്റുകൾ കൂടി ഇടുമ്പോൾ ആ തെരുവ് മുഴുവനും സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണാം. ഉടുപ്പിയിലെ പിച്ചള ഉൽപ്പന്നങ്ങൾ വളരെ പ്രശസ്തമാണ്. പൂജാമുറിയിലേക്കുള്ള ചെറിയ കൃഷ്ണവിഗ്രഹങ്ങൾ, തനത് ഉടുപ്പി ശൈലിയിലുള്ള നിലവിളക്കുകൾ, തൂക്കുവിളക്കുകൾ, കൗതുക വസ്തുക്കൾ മുതലായവ വിലക്കുറവിൽ ഇവിടെ കിട്ടും. പിന്നെ ഗോപീചന്ദനക്കട്ടകൾ, തുളസിമാലകൾ, പൂജാസാധനങ്ങൾ, തടി കൊണ്ടുള്ള അടുക്കള ഉപകരണങ്ങൾ, ഇവിടുത്തെ ബ്രാഹ്മണർ പരമ്പരാഗത ശൈലിയിൽ ഉണ്ടാക്കുന്ന ഉപ്പിലിട്ട പലതരം കൊണ്ടാട്ടങ്ങൾ, മധുര പലഹാരങ്ങൾ, ഉടുപ്പി ഹൽവകൾ, അങ്ങനെ പലതരം സാധനങ്ങളാണ്. പിന്നെ ഇവിടെ വരുന്നവർ സാധാരണയായി വാങ്ങുന്ന ഒരു സാധനം ഭഗവാന്റെ കയ്യിലുള്ള ആ കടകോലാണ്. ഇവിടുത്തെ നെയ്ത്തുകാർ പരമ്പരാഗതമായി നെയ്തെടുക്കുന്ന 100% പരുത്തിയിലുള്ള ഉടുപ്പി കസവ് സാരികളും പ്രസിദ്ധമാണ്. ഇതിന് GI ടാഗ് പോലുമുണ്ട്. ഇവിടെ വന്നാൽ മറക്കാതെ വാങ്ങേണ്ട മറ്റൊരു സാധനമാണ് മെജ്ജീജ് മനസിനകായി. നമ്മുടെ വായിൽ കൊള്ളാത്ത പേരുകളാണ്. അതായത് നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ടം. പക്ഷേ ഇവിടുന്ന് കിട്ടുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം ആ മുളകിനും അവർ തയ്യാറാക്കുന്ന രീതിക്കുമൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ ആ മുളക് വറുത്തതും തൈരും കൂടി ഉണ്ടെങ്കിൽ ഊണിന് മറ്റൊന്നും ആവശ്യവുമില്ല. ഉടുപ്പിയിൽ ഒരു ദിവസം കൂടി ചെലവഴിച്ചാൽ കണ്ടു തീർക്കാൻ പറ്റുന്ന മനോഹരമായ ചില സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെയായി മാൽപ്പെ ബീച്ചും ലൈറ്റ് ഹൗസും ഒക്കെയുണ്ട്. മധ്വാചാര്യർക്ക് കൃഷ്ണവിഗ്രഹം കിട്ടിയതുമായി ബന്ധപ്പെട്ട അതേ കടൽ തീരമാണിത്. ഇവിടെ അടുത്താണ് സെൻറ് മേരീസ് ഐലൻഡ്. അങ്ങോട്ടേക്ക് ബോട്ടും കിട്ടും. കടലിന് നടുവിലായുള്ള ആ ദ്വീപിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രകൃതിദത്തമായ ആ അത്ഭുത തൂണുകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അടുത്തതായി പോകേണ്ടത് വാരങ്കെ കേരേബസതി എന്ന ജൈനക്ഷേത്രത്തിലേക്കാണ്. വലിയൊരു താമരക്കുളത്തിന് മധ്യത്തിലുള്ള 800 വർഷം പഴക്കമുള്ള ഒരു വാസ്തുവിദ്യ അത്ഭുതമാണിത്. ഒരു കൊച്ചു തോണിയിലാണ് അങ്ങോട്ടേക്ക് പോവുക. അടുത്തതായി കാണേണ്ടത് കാർക്കളയിലെ ബാഹുബലിയുടെ പ്രതിമയാണ്. ഒരു കുന്നിൻ്റെ മുകളിലായി 42 അടിയോളം ഉയരമുള്ള ഗോമതേശ്വര പ്രതിമയാണിത്. പിന്നെ കാണേണ്ടത് മാർവാന്തെ ബീച്ചാണ്. പക്ഷേ അതിന് ഇവിടെ നിന്നും ഒരു 50 കിലോമീറ്റർ വടക്കോട്ട് ദേശീയപാതയിലൂടെ പോവുകയും വേണം. ഭാരതത്തിലെ തന്നെ ഏറ്റവും മനോഹരവും ഭൂമിശാസ്ത്രപരമായി സവിശേഷവുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മാർവന്തെ ബീച്ച്. ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് സൗവർണിക നദിയും ഒഴുകുമ്പോൾ അതിന് നടുവിലൂടെ പോകുന്ന ദേശീയപാതയാണ് ഈ സ്ഥലത്തെ അത്ഭുത കാഴ്ചയാക്കുന്നത്. നല്ല നീല തിരമാലകളാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. പക്ഷേ ഇവിടെ ശക്തമായ തിരമാലകൾ ഉള്ളതുകൊണ്ട് ഈ ബീച്ചിൽ ഇറങ്ങുന്നതിന് നിരോധനവുമുണ്ട്. പക്ഷേ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ടേക്ക് കൂടി പോയി വരാനുള്ള സമയം കിട്ടില്ല. ഈ യാത്രാ ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത് ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായുള്ള കാമ്പു ലൈറ്റ് ഹൗസിന് മുകളിലാണ്. അറബികളിലേക്ക് തള്ളി നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടിന് മുകളിലുള്ള ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി സൂര്യാസ്തമയം കൂടി കാണുമ്പോഴേക്കും ആ ദിവസം പൂർണ്ണമാകും. കനകനക്കിണ്ടിയിലൂടെയുള്ള ആ കുസൃതിക്കണ്ണൻ്റെ ദർശനത്തിൽ തുടങ്ങി
അഷ്ടമഠങ്ങളുടെ ആത്മീയ പ്രൗഢിയും ലക്ഷക്കണക്കിന് ഭക്തർക്ക് അമൃതായി മാറുന്ന ആ ഊട്ടുപുരയിലെ അന്നദാന വൈഭവമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞു. മധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തം വെറുമൊരു തത്വചിന്ത മാത്രമല്ല, അത് മനുഷ്യനെ ഈശ്വരനോട് ചേർത്ത് നിർത്തുന്ന കറയില്ലാത്ത ഭക്തിയുടെ വഴിയാണ്. ഉടുപ്പി എന്നാൽ വെറുമൊരു സ്ഥലമല്ല, അത് മനസമാധാനത്തിൻ്റെ വലിയൊരു തീരമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വണ്ടി കയറി എത്തിച്ചേരേണ്ട ഒരിടം.